ഇംഗ്ലീഷിൽ ഗുഡ് ഫ്രൈഡേ, മലയാളത്തിൽ ദുഃഖവെള്ളി. ഗുഡ് ഫ്രൈഡേ എന്നതാണ് യഥാർത്ഥത്തിൽ യോജിച്ച പദം. കാരണമെന്ന് വെച്ചാൽ മനുഷ്യരാശിക്ക് അവരുടെ പാപങ്ങൾ മാറ്റുവാൻ വേണ്ടിയാണ് യേശു കുരിശിൽ തറക്കപ്പെട്ടത് എന്ന് കരുതാം. അപ്പോൾ ആ സ്ഥിതിക്ക് ദുഃഖമല്ല, നല്ലതാണ്, ഗുഡ് ഫ്രൈഡേ ആണ്. പക്ഷേ എന്തുകൊണ്ട് ഗുഡ് ഫ്രൈഡേ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ വന്നപ്പോൾ മലയാളത്തിൽ അത് ദുഃഖവെള്ളി എന്നാക്കി മാറ്റി. ദുഃഖവെള്ളിയാഴ്ച ഇന്ന ദിവസം ഏപ്രിൽ 3 വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇന്നേ ദിവസം തന്നെയാണ് യേശു കുരിശിൽ മരിക്കപ്പെട്ടിരിക്കുക എന്നാണ് പല ജ്യോതിഷ ശാസ്ത്രജ്ഞന്മാരും പറയുന്നത്. അതിന് പ്രധാന കാരണം ആകാശത്തിൽ അന്ന് ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്ന ആകാശത്തിൽ കാണുന്ന പല കാഴ്ചകളും അതുപോലെ മാറ്റങ്ങളുമാണ് എഴുതി വച്ചിരിക്കുന്നത്. അതേ പ്രകാരം വന്നിരിക്കുന്നത് ഏപ്രിൽ 3 എന്ന ദിവസത്തിലാണ്, അതും വെള്ളിയാഴ്ച. അപ്പോൾ ചരിത്രകാരന്മാർ പറയുന്നത് ഏപ്രിൽ 3 2026 ഏപ്രിൽ 3 വെള്ളിയാഴ്ച ദുഃഖവെള്ളി എന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് പറയുന്നത്. അപ്പോൾ ഏവർക്കും ദുഃഖവെള്ളി ആശംസകൾ. സംഭവത്തിന് സാക്ഷ്യം വഹിച്ച ഏപ്രിൽ 3 എന്ന തീയതി വീണ്ടും ഒരു ദുഃഖവെള്ളിയാഴ്ചയായി നമ്മുടെ കലണ്ടറുകളിൽ എത്തുകയാണ്. 2026 ഏപ്രിൽ 3 വെള്ളിയാഴ്ചയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ചരിത്രകാരന്മാരും ശാസ്ത്രജ്ഞരും ദൈവശാസ്ത്രജ്ഞരും ഒരേപോലെ ഉറ്റുനോക്കുന്ന ഒരു അപൂർവ സംഗമത്തിൻ്റെ വാർഷികമാണത്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം നടന്നത് AD 33 ഏപ്രിൽ 3 എന്ന പ്രബലമായ വാദത്തിന് പുതിയ തലമുറയുടെ അറിവുകളും ആധുനിക ശാസ്ത്രീയ കണ്ടെത്തലുകളും കൂടുതൽ ബലം നൽകുന്നു. വെറുമൊരു മതപരമായ വിശ്വാസം എന്നതിനേക്കാൾ ആകാശത്തിലെ നക്ഷത്ര ഗണങ്ങളും പുരാതന റോമൻ ചരിത്രരേഖകളും ജൂത കലണ്ടറിലെ ഗണിതശാസ്ത്രവും ഒത്തുചേരുന്ന ഒരു മഹാസാമ്യം ഇവിടെ ദൃശ്യമാകുന്നു. ആധുനിക ലോകത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ ഈ തീയതി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ചരിത്രവും പ്രപഞ്ച സത്യങ്ങളും എങ്ങനെയാണ് പരസ്പരം ഇഴപിരിഞ്ഞ് കിടക്കുന്നത് എന്നാണ്. യേശുവിൻ്റെ ക്രൂശീകരണം നടന്ന തീയതി കൃത്യമായി നിർണ്ണയിക്കുക എന്നത് നൂറ്റാണ്ടുകളായി ചരിത്രകാരന്മാർക്ക് വലിയൊരു വെല്ലുവിളിയായിരുന്നു. എന്നിരുന്നാലും സുവിശേഷങ്ങളിലെ വിവരങ്ങൾ നമുക്ക് ചില വ്യക്തമായ സൂചനകൾ നൽകുന്നുണ്ട്. പോന്തിയോസ് പീലാത്തോസ് യൂദയായുടെ ഗവർണറായിരുന്ന കാലം, തിബേരിയസ് കൈസറുടെ ഭരണം, കയ്യാഫ എന്ന മതപുരോഹിതന്റെ സാന്നിധ്യം എന്നിവയെല്ലാം ചരിത്രപരമായ പരിധികളെ നിശ്ചയിക്കുന്നു. ഇതിനെല്ലാം ഉപരി യേശു മരിച്ചത് ഒരു വെള്ളിയാഴ്ചയാണെന്നും അത് ജൂതന്മാരുടെ പെസഹ പെരുന്നാളിൻ്റെ തലേ ദിവസമോ അന്നോ ആണെന്നും സുവിശേഷങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ആധുനിക നക്ഷത്ര നിരീക്ഷണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് AD 26 മുതൽ 36 വരെയുള്ള കാലഘട്ടത്തിലെ പെസഹ വെള്ളിയാഴ്ചകളെ വിശകലനം ചെയ്യുമ്പോൾ ഏപ്രിൽ 3 AD 33 എന്ന തീയതി ഏറ്റവും ശക്തമായ ഉത്തരമായി നമ്മുടെ മുന്നിലെത്തുന്നു. ചരിത്രപരമായ തെളിവുകൾ ശാസ്ത്രീയമായ ഗണിതവുമായി കൂടിച്ചേരുന്ന ഈ ബിന്ദുവിലാണ് ഈ പഠനം പ്രസക്തമാകുന്നത്. ജ്യോതിശാസ്ത്രപരമായ കണ്ടെത്തലുകളാണ് ഈ തീയതിയെ ഇത്രത്തോളം പ്രബലമാക്കുന്നത്. ബൈബിളിലെ പത്രോസ് അപ്പോസ്തലന്റെ പ്രസംഗത്തിലും പഴയ നിയമ പ്രവചനങ്ങളിലും സൂര്യൻ ഇരുണ്ടുപോകുമെന്നും ചന്ദ്രൻ രക്തമയമാകുമെന്നും പരാമർശിക്കുന്നുണ്ട്. ഇതിനെ വെറും പ്രതീകാത്മകമായ വിവരണമായി കാണുന്നവർക്ക് ശാസ്ത്രം ഇന്ന് വലിയൊരു മറുപടി നൽകുന്നു. ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്ന കോളിൻ ഹംഫ്രീസ് അടക്കമുള്ളവർ നടത്തിയ പഠനങ്ങളിൽ AD 33 ഏപ്രിൽ 3 വൈകുന്നേരം ജെറുസലേമിന്റെ ആകാശത്ത് ഒരു ചന്ദ്രഗ്രഹണം സംഭവിച്ചിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഭാഗിക ചന്ദ്രഗ്രഹണ സമയത്ത് ചന്ദ്രൻ ചുവപ്പ് നിറത്തിൽ അഥവാ ബ്ലഡ് മൂൺ ആയിട്ടാണ് പ്രത്യക്ഷപ്പെടുക. ഭൂമിയിലെ അന്തരീക്ഷ പാളികളിലൂടെ അരിച്ചെത്തുന്ന സൂര്യപ്രകാശം ചന്ദ്രനിൽ പതിക്കുമ്പോൾ ചന്ദ്രൻ രക്തവർണ്ണമായി കാണപ്പെടുന്നു. നാസയുടെ കണക്കുകൾ പ്രകാരം
കൃത്യമായ ആ വൈകുന്നേരം ജെറുസലേമിലെ ചക്രവാളത്തിൽ ഉദിച്ചുയർന്നത് ഇത്തരമൊരു ചന്ദ്രനായിരുന്നു എന്നത് യാദൃശ്ചികതയ്ക്കപ്പുറം ചരിത്രപരമായ സത്യമായി മാറുകയാണ്. യേശുവിൻ്റെ അവസാന നിമിഷങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളിൽ